ഇലക്ട്രിക് ഫീൽഡിൽ സഞ്ചരിക്കുന്ന ഒരു പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. ആയതിനാൽ വ്യത്യസ്ത വെലോസിറ്റിയുള്ള ചാർജുകളുടെ ബീമിനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലൂടെ കടത്തിവിടുമ്പോൾ വേഗത കുറഞ്ഞ ചാർജുകൾ കുറച്ചു ദൂരം സഞ്ചരിക്കുമ്പോഴേക്കും ഇലക്ട്രിക് ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് കാരണത്താൽ നെഗറ്റീവ് പ്ലേറ്റിലേക്ക് ചെന്ന് പതിക്കുന്നു. എന്നാൽ വേഗത കൂടിയ ചാർജുകൾ കൂടുതൽ ദൂരം സഞ്ചരിച്ചതിന് ശേഷം മാത്രമേ നെഗറ്റീവ് പ്ലേറ്റിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. ഇത്തരത്തിൽ ചാർജുകൾ നെഗറ്റീവ് പ്ലേറ്റിൽ പോയി ഹിറ്റ് ചെയ്ത് നഷ്ടമാവുന്നത് കാരണത്താൽ പ്രാക്ടിക്കൽ പർപ്പസിന് നമുക്ക് അവയെ ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ല. ഇവിടെയാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രാധാന്യം വരുന്നത്. ചാർജുകൾ ഏത് വേഗതയിൽ സഞ്ചരിച്ചാലും അവയുടെ ചാർജിന്റെ വാല്യൂ സെയിം ആവുന്നിടത്തോളം അവയിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫോഴ്സും സമാനമായിരിക്കും. കാരണം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. എന്നാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫോഴ്സിനെ നമ്മൾ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ചാർജിന്റെ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാരണത്താൽ കൂടിയ വേഗതയിൽ സഞ്ചരിക്കുന്ന ചാർജുകൾക്ക് കൂടിയ മാഗ്നറ്റിക് ഫോഴ്സും എന്നാൽ വേഗത കുറഞ്ഞ ചാർജുകൾക്ക് കുറഞ്ഞ മാഗ്നറ്റിക് ഫോഴ്സുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഒരു നിശ്ചിത വേഗതയിൽ വലതുഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന പോസിറ്റീവ് ചാർജിന് മുകൾ ഭാഗത്തേക്ക് ഒരു മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടണമെങ്കിൽ ഇവിടെ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് പോയിന്റ് ചെയ്യണം. വെലോസിറ്റി വെക്ടറിനെയും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിനെയും ക്രോസ് ചെയ്യുന്നത് വഴിയാണ് ഫോഴ്സ് വെക്ടർ ലഭിക്കുന്നത്. ആയതിനാൽ നിങ്ങളുടെ വലത് കൈയിന്റെ തമ്പൊഴികെയുള്ള വിരലുകളെ വെലോസിറ്റിയുടെ ഡയറക്ഷനിലേക്കും തമ്പിനെ ഫോഴ്സിന്റെ ഡയറക്ഷനിലേക്കും വരുന്ന രീതിയിൽ പിടിക്കുകയും ശേഷം നിങ്ങളുടെ വിരലുകളെ കേൾ ചെയ്യുമ്പോൾ ആ ഫിംഗേഴ്സ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പ്ലെയിനിന്റെ ഉള്ളിലേക്കാണ് എന്ന് കാണിച്ചു തരുന്നു. ആയതിനാൽ പരസ്പരം പെർപെൻഡിക്കുലറായി അറേഞ്ച് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കാരണമുള്ള ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഈക്വൽ ആവുന്ന സാഹചര്യത്തിൽ ചാർജ് പാർട്ടിക്കിളിന് ലഭിക്കുന്ന വളരെ സ്പെസിഫിക് ആയ വേഗതയാണ് വെലോസിറ്റി സെലക്ടർ. ഈ വെലോസിറ്റിയുള്ള ചാർജുകൾക്ക് മാത്രമേ അതിന്റെ സഞ്ചാരപാതയിൽ ഡീവിയേഷൻ വരുത്താതെ മറ്റേ എൻഡിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. ഇതിനേക്കാളും കുറഞ്ഞ വേഗതയുള്ള ചാർജുകൾക്ക് ഇലക്ട്രിക് ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യാനുതകുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ലഭ്യമാകാത്തതിനാൽ അവ താഴ്ഭാഗത്തേക്ക് ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. എന്നാൽ കൂടിയ വേഗതയുള്ള ചാർജുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് ഇലക്ട്രിക് ഫോഴ്സിനേക്കാൾ കൂടുതലാവുന്ന കാരണത്താൽ ചാർജുകൾ മുകൾ ഭാഗത്തേക്ക് ഡിഫ്ലക്ഷൻ കാണിക്കുന്നു.